അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഏവർക്കും മദ്രസ ടിപ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് മദ്രസയിലെ 8ാം ക്ലാസ്സിലെ ഫിഖ്ഹിലെ അസ്സലാത്ത് എന്ന ഒന്നാമത്തെ പാഠമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. അദ്ദർസുൽ അവ്വലു, പാഠം 1, അസ്സലാത്തു, നിസ്കാരം. ഈ പാഠത്തിൽ നിന്ന് ജമാഅത്തിൽ മസ്ബൂക്കായി നിസ്കരിക്കുന്നവനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. മസ്ബൂക്കായി നിസ്കരിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ ഒരാൾ ജമാഅത്തിന് വരുന്ന സമയത്ത് നിസ്കാരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവന് നേരെ വന്ന് തക്ബീർ കെട്ടി ഇമാമിൻ്റെ ജമാഅത്തിൽ പങ്കെടുത്തു. അവന് ഇമാം റുക്വയിലേക്ക് പോകുന്നതിന് മുമ്പ് ഫാത്തിഹ ഓതാനുള്ള സമയം കിട്ടിയിട്ടില്ല. അങ്ങനത്തെ ആൾക്കാണ് മസ്ബൂക്ക് എന്ന് പറയുക. അങ്ങനെ ഇമാമിൻ്റെ കൂടെ ഫാത്തിഹ ഓതാൻ സമയം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ മഅ്മൂമിനെ കുറിച്ച് മുവാഫിഖ് എന്നുമാണ് പറയുക. ഈ പാഠത്തിൽ നിന്ന് മസ്ബൂക്കായി നിസ്കരിക്കുന്നവൻ്റെ നിസ്കാരത്തെക്കുറിച്ചാണ് പറയുന്നത്. അവൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഈ പാഠത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. പാഠം അർത്ഥം വെക്കുകയാണ്. അസ്വലാത്തു, നിസ്കാരം. അസ്വലവാത്തുൽ ഖംസു, 5 വക്ത് നിസ്കാരം. മഫ്റൂളത്തുൻ, നിർബന്ധമാക്കപ്പെട്ടതാണ്. അലാ കുല്ലി മുസ്ലിമിൻ, എല്ലാ മുസ്ലിമിൻ്റെ മേലിലും 5 വക്ത് നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടതാണ്. മുക്കല്ലഫിൻ, എങ്ങനത്തെ മുസ്ലിമാണ്? മുക്കല്ലഫിൻ, മുക്കല്ലഫായ. ത്വാഹിരിൻ, ശുദ്ധിയുള്ള മുക്കല്ലഫായ എല്ലാ മുസ്ലിമിൻ്റെ മേലിലും 5 വക്ത് നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടതാണ്. ഇവിടെ മുക്കല്ലഫ് എന്നതുകൊണ്ടുള്ള ഉദ്ദേശ്യം പ്രായപൂർത്തിയും ബുദ്ധിയും ഉള്ളവർ എന്നാണ് ഉദ്ദേശ്യം. പ്രായപൂർത്തിയും ബുദ്ധിയും ഉള്ള ശുദ്ധിയുള്ള എല്ലാ മുസ്ലിമിൻ്റെ മേലിലും 5 വക്ത് നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. വ അദാഉഹ ജമാഅത്തൻ, ഈ 5 വക്ത് നിസ്കാരങ്ങൾ ജമാഅത്തായി നിസ്കരിക്കൽ സുന്നത്തുൻ മുഅക്കദത്തുൻ, ശക്തിയായ സുന്നത്താണ്. അപ്പോൾ ഈ ജമാഅത്തായി നിസ്കരിക്കുക എന്നുള്ളത് വലിയ ശക്തിയുള്ള സുന്നത്താണ്. വൽ ജമാഅത്തു, ജമാഅത്ത് തതഹഖഖു ബി ഇമാമിൻ വ മഅ്മൂമിൻ, ഒരു ഇമാമിനെ കൊണ്ടും ഒരു മഅ്മൂമിനെ കൊണ്ടും ജമാഅത്ത് ഉണ്ടാകുന്നതാണ്. ജമാഅത്ത് നടക്കണമെങ്കിൽ ഒരു ഇമാമും ഒരു മഅ്മൂമും മാത്രം മതി. ജമാഅത്ത് യാഥാർത്ഥ്യമാകുന്നതാണ്, ജമാഅത്ത് നടത്താൻ പറ്റുന്നതാണ്. വൽ മഅ്മൂമു, മഅ്മൂമ് ഖിസ്മാനി, 2 വിധമാണ്. മുവാഫിഖുൻ വ മസ്ബൂഖുൻ, മുവാഫിഖുമാണ് മസ്ബൂഖുമാണ്. മഅ്മൂമ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയായിരിക്കും. അറിയാത്തവർക്ക് പറയാണ്, ഇമാമിൻ്റെ പിന്നിൽ നിന്ന് നിസ്കരിക്കുന്നവർക്കാണ് മഅ്മൂമ് എന്ന് പറയുക. ഈ മഅ്മൂമ് 2 വിധമുണ്ട്. മുവാഫിഖുമുണ്ട്, മസ്ബൂഖുമുണ്ട്. എന്താണ് മുവാഫിഖ്, എന്താണ് മസ്ബൂഖ് എന്നാണ് പറയുന്നത്. മുവാഫിഖ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇമാമിനോടൊപ്പം ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ 1ാമത്തെ റക്അത്തിൽ ഫാത്തിഹ ഇമാമിൻ്റെ കൂടെ ഓതാൻ സമയം കിട്ടിയവർക്കാണ് മുവാഫിഖ് എന്ന് പറയുക. അങ്ങനെ ഇമാമിൻ്റെ കൂടെ ഫാത്തിഹ ഓതാൻ സമയം കിട്ടാത്തവർക്കാണ് മസ്ബൂഖ് എന്ന് പറയുക. ഇൻഷാ അല്ലാഹ് അത് ശേഷം പറയുന്നുണ്ട്. ഖദ് തഅല്ലംനാ അഹ്കാമൽ മഅ്മൂമി അൽ മുവാഫിഖി ഫി സ്വഫി സാബിഖി. വഖദ് തഅല്ലംനാ, തീർച്ചയായും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അഹ്കാമൽ മഅ്മൂമിൽ മുവാഫിഖി, മുവാഫിഖായ മഅ്മൂമിൻ്റെ വിധികൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫി സ്വഫി സാബിഖി, കഴിഞ്ഞ ക്ലാസ്സിൽ, മുൻ അധ്യായ വർഷങ്ങളിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? മുവാഫിഖായ മഅ്മൂമിൻ്റെ വിധികൾ പഠിച്ചിട്ടുണ്ട്. ഫലിൽ മസ്ബൂഖി, ഇനി മസ്ബൂഖിനിക്കുണ്ട്, മസ്ബൂഖായ മഅ്മൂമിനിക്കുണ്ട്. അഹ്കാമുൻ ഖാസത്തുൻ, ചില പ്രത്യേകമായ വിധികളുണ്ട്. ഇൻഷാ അല്ലാഹ് അതാണ് ഈ പാഠത്തിൽ പ്രതിപാദിക്കുന്നത്. അൽ മസ്ബൂഖു, മസ്ബൂഖ് എന്ന് പറഞ്ഞാൽ ഹുവ, അവൻ, മൻ, ഒരാളാണ്. ലം യുദ്രിക് മിൻ ഖിയാമിൽ ഇമാമി, ഇമാമിൻ്റെ ഖിയാമിൽ നിന്ന് അവനിക്ക് ലഭ്യമായിട്ടില്ല. ഖദറൻ, ഒരു സമയം. യസഉ ഖിറാഅത്ത സൂറത്തുൽ ഫാത്തിഹത്തി, സൂറത്തുൽ ഫാത്തിഹ ഓതാൻ വിശാലമായ ഒരു സമയം അവനിക്ക് ഇമാമിൻ്റെ ഖിയാമിൽ നിന്നും ലഭിച്ചിട്ടില്ല. അങ്ങനത്തെ ഒരാൾക്കാണ് മസ്ബൂഖ് എന്ന് പറയുക. സൂറത്തുൽ ഫാത്തിഹ ഓതാനുള്ള സമയം ഇമാമിൻ്റെ ഖിയാമിൽ നിന്ന് ലഭിക്കാത്തവൻക്കാണ് മസ്ബൂഖി എന്ന് പറയുക. ഫൽ വാജിബു അലൽ മസ്ബൂഖി, അപ്പോൾ മസ്ബൂഖായവൻ്റെ മേൽ നിർബന്ധമാണ് അഖിബ തക്ബീറത്തിൽ ഇഹ്റാമി,
തക്ബീറത്തുൽ ഇഹ്റാമിൻ്റെ ഉടനെ നിർബന്ധമാണ് ഖിറാഅത്തുൽ ഫാത്തിഹത്തി, സൂറത്തുൽ ഫാത്തിഹ ഓതൽ നിർബന്ധമാണ്. അപ്പോൾ അവൻ തക്ബീർ കെട്ടിയ ഉടനെ സൂറത്തുൽ ഫാത്തിഹ ഓതലാണ് അവൻ്റെ മേൽ നിർബന്ധം. വജ്ജഹത്തു ഓതാൻ പാടില്ല. ഫഇൻ റകഅൽ ഇമാമു ഖബ്ല ഇത്മാമിഹ, ഫഇൻ റകഅൽ ഇമാമു, ഇനി ഇമാം റുക്കൂ ചെയ്തു, ഖബ്ല ഇത്മാമിഹ, അവൻ ഫാത്തിഹ പൂർത്തിയാക്കുന്നതിന് മുമ്പ് ഇമാം റുക്കൂ ചെയ്താൽ ലസിമ ലഹു, അവന് നിർബന്ധമാകും അൻ യർകഅ മഅഹു, ഇമാമിൻ്റെ കൂടെ റുക്കൂ ചെയ്യൽ അവന് നിർബന്ധമാകുന്നതാണ്. വ തസ്ഖുതു അൻഹു ബഖിയത്തുൽ ഫാത്തിഹത്തി, ഫാത്തിഹയിൽ നിന്ന് ബാക്കിയുള്ളത് അവൻ്റെ മേൽ സാഖിത്താകും, അവൻ ഓതേണ്ടതില്ല. അപ്പോൾ അവന് ഫാത്തിഹ ഓതി മുഴുവനാകുന്നതിന് മുമ്പ് ഇമാം റുക്കോയിലേക്ക് പോവുകയാണെങ്കിൽ അവൻ റുക്കോ ചെയ്താൽ മതി, ഫാത്തിഹ പൂർത്തിയാക്കേണ്ടതില്ല. വലാ തുഹ്സബു ലഹു റകഅതു, റകഅത്ത് അവനിക്ക് പരിഗണിക്കപ്പെടുകയില്ല, ഇല്ല ഇദാ അദ്റക, അവന് ലഭിച്ചിട്ടല്ലാതെ, അർ റുക്കൂ അൽ മഹ്സൂബ ലിൽ ഇമാമി, ഇമാമിനിക്ക് പരിഗണിക്കപ്പെട്ട റുക്കൂ, ആ റുക്കൂ അവനിക്ക് ലഭിച്ചിട്ടല്ലാതെ അവന് റകഅത്ത് പരിഗണിക്കപ്പെടുകയില്ല. ഇമാമിന് പരിഗണിക്കപ്പെട്ട റുക്കൂ എന്നതുകൊണ്ടുള്ള ഉദ്ദേശം ഇമാമിൻ്റെ റുക്കൂ എന്നാണ്. മാ തുമഅനീനത്തി, തുമഅനീനത്തോടുകൂടെ ഇമാമിനിക്ക് പരിഗണിക്കപ്പെടുന്ന റുക്കൂ അവനിക്ക് ലഭിച്ചിട്ടല്ലാതെ അവന് റകഅത്ത് പരിഗണിക്കപ്പെടുകയില്ല. അപ്പോൾ ഒന്നാമത്തെ റകഅത്തായി അവനിക്ക് പരിഗണിക്കണമെങ്കിൽ ഈ മസ്ബൂക്കായി വന്ന ആൾ തുമഅനീനത്തോടു കൂടെ ഇമാമിൻ്റെ റുക്കൂ അവനിക്ക് ലഭിക്കണം. ഇനി പറയാൻ പോകുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞു മസ്ബൂക്കായ ഒരാൾ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിയ ഉടനെ സൂറത്തുൽ ഫാത്തിഹയാണ് ഓതേണ്ടത്, വജ്ജഹത്തു ഓതാൻ പാടില്ല എന്നൊക്കെ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു. ഇനി ഒരാൾ വജ്ജഹത്തു ഓതുകയോ അതല്ലെങ്കിൽ അതുപോലത്തെ എന്തെങ്കിലും ചൊല്ലുകയോ ചെയ്താൽ എന്താണ് ചെയ്യേണ്ടത് എന്നതാണ് പറയുന്നത്. അൽ ഇസ്തിഗാലു ബി ദുആഇൽ ഇഫ്തിതാഹി വ നഹ്വിഹി, ദുആഉൽ ഇഫ്തിതാഹി എന്നുള്ളത് വജ്ജഹത്തുവിൻ്റെ ഒരു പേരാണ്. അൽ ഇസ്തിഗാലു ഏർപ്പെടൽ, ബി ദുആഇൽ ഇഫ്തിതാഹി വ നഹ്വിഹി, ദുആഉൽ ഇഫ്തിതാഹ് കൊണ്ടോ അതുപോലത്തത് കൊണ്ടോ ഏർപ്പെട്ടാൽ എന്ത് ചെയ്യണമെന്നതാണ് താഴെ പറയുന്നത്. ഇദസ്തഗലൽ മസ്ബൂഖു, മസ്ബൂഖായ ഒരാൾ ഏർപ്പെട്ടാൽ, ബി ദുആഇൽ ഇഫ്തിതാഹി, ദുആഉൽ ഇഫ്തിതാഹ് കൊണ്ട് ആരെങ്കിലും ഏർപ്പെട്ടാൽ, വജ്ജഹത്ത് കൊണ്ട് ആരെങ്കിലും ഏർപ്പെട്ടാൽ, അവി തഅവ്വുദി, അതല്ലെങ്കിൽ ഔദു ഓതി, ഔ സകത, അതല്ലെങ്കിൽ ഒന്നും ചൊല്ലാതെ ഇരുന്നു, അങ്ങനെയൊക്കെ ചെയ്താൽ വജബ അലൈഹി, ആ മസ്ബൂഖിൻ്റെ മേൽ നിർബന്ധമാണ് അൻ യഖറഅ മിനൽ ഫാത്തിഹത്തി ഖദ്റ മസ്തഗല ബിഹി ബഅദ റുകൂഇൽ ഇമാമി, അൻ യഖറഅ മിനൽ ഫാത്തിഹത്തി, ഫാത്തിഹയിൽ നിന്ന് ഓതൽ, ഖദ്റ മസ്തഗല ബിഹി, അവൻ എത്ര സമയമാണോ ഫാത്തിഹ അല്ലാത്തത് കൊണ്ട് ഏർപ്പെട്ടത് അത്ര സമയം അവൻ ഫാത്തിഹയിൽ നിന്ന് ഓതണം. എപ്പോൾ? ബഅദ റുകൂഇൽ ഇമാമി, ഇമാമിൻ്റെ റുകൂഇന് ശേഷം. ഇവിടെ പറഞ്ഞത് നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു, മസ്ബൂക്കായ ആൾ സൂറത്തുൽ ഫാത്തിഹ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിയ ഉടനെ തുടങ്ങി ഇമാം റുകൂയിലേക്ക് പോയാൽ ഇവനും റുകൂയിലേക്ക് പോകണം, സൂറത്തുൽ ഫാത്തിഹ പൂർത്തിയാക്കേണ്ടതില്ല എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു. ഇനി സൂറത്തുൽ ഫാത്തിഹയുടെ മുമ്പ് വജ്ജഹത്തു അതുപോലത്തത് ഓതുകയാണെങ്കിൽ എത്രയാണോ ഓതിയത് അത്ര സമയം ഇമാം റുക്കൂ പോയതിന് ശേഷം അവൻ ഫാത്തിഹയിൽ നിന്ന് ബാക്കിയുള്ളത് ഓതണം, എന്നിട്ടേ അവൻ റുക്കൂയിലേക്ക് പോകാൻ പാടുള്ളൂ. ഫഇല്ലം യുദിരിക്കിൽ ഇമാമ ഫിർ റുക്കൂഇ ഫാതതുഹു റക്അതു, ഫഇല്ലം യുദിരിക്കിൽ ഇമാമ, അങ്ങനെ അവൻ ഇമാമിനോടൊപ്പം പങ്കെടുത്തില്ല, ഫിർ റുക്കൂഇ, റുക്കൂയിൽ പങ്കെടുത്തില്ലെങ്കിൽ, ഫാതതുഹു റക്അതു, അവൻ്റെ ആ റക്അത്ത് നഷ്ടപ്പെടുന്നതാണ്. അങ്ങനെ റുക്കൂയിൽ ഇമാമിനോടൊപ്പം അവനിക്ക് പങ്കുചേരാൻ പറ്റിയിട്ടില്ലെങ്കിൽ ആ റക്അത്ത് അവന് നഷ്ടപ്പെടുന്നതാണ്. ഏതായാലും അവൻ്റെ ആ റക്അത്ത് നഷ്ടപ്പെട്ടു. ഇനി അവൻ എന്ത് ചെയ്യണമെന്നാണ് ശേഷം പറയുന്നത്. അവൻ ഇനി ചെയ്യേണ്ടത്, ഇമാം സുജൂദ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിന് മുമ്പ് അവനിക്ക് ഓതൽ നിർബന്ധമായ ഭാഗം ഓതി തീർക്കണം. എന്നിട്ട് അവൻ സുജൂദിൽ ഇമാമിനോട് കൂടെ തുടരണം. അവൻ റുക്കൂ ചെയ്യേണ്ടതില്ല എന്നതാണ് പറയാൻ പോണത്. ഇനി ഇമാമ് സുജൂദിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്ന സമയമായിട്ടും അവൻ ഓതൽ നിർബന്ധമായ ഭാഗം ഓതി തീർന്നിട്ടില്ലെങ്കിൽ അവൻ ഇമാമുമായിട്ട് മുഫാറക്കത്തിൻ്റെ നിയ്യത്തിനെ കരുതണം.
ബാക്കി അവൻ നിസ്കരിക്കണം എന്നതാണ് പറയാൻ പോകുന്നത്. ബാക്കി വായിക്കുകയാണ്. ഫയതഖല്ലഫു അവൻ പിന്തണം ലിഖിറാഅത്തി മാ ലസിമഹു അവന് നിർബന്ധമായ ഭാഗം ഓതാൻ വേണ്ടി അവനെന്ത് ചെയ്യണം? പിന്തണം. ഏതുവരെ? ഹത്താ യുരീദൽ ഇമാമു ഹുവിയ ലിസ്സുജൂദി ഹത്താ യുരീദൽ ഇമാമു ഇമാമ് ഉദ്ദേശിക്കുന്നത് വരെ, ഇമാമ് കരുതുന്നത് വരെ, ഹുവിയ ലിസ്സുജൂദി സുജൂദിന് വേണ്ടി ഇമാം കുനിയാൻ നിൽക്കുന്നത് വരെ, കുനിയാൻ ഉദ്ദേശിക്കുന്നത് വരെ അവൻ എന്ത് ചെയ്യണം? ഫാത്തിഹയിൽ നിന്നും നിർബന്ധമായ ഭാഗം ഓതാൻ വേണ്ടി അവൻ പിന്തണം. നിർബന്ധമായ ഭാഗം എന്നതുകൊണ്ട് ഉദ്ദേശ്യം മനസ്സിലായിട്ടുണ്ടാകും. മസ്ബൂക്കായ വ്യക്തി തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിയ ഉടനെ ഫാത്തിഹ ഓതാതെ വജ്ജഹത്തുവോ അങ്ങനെ മറ്റെന്തെങ്കിലും ചൊല്ലിയാൽ അത്ര സമയം ഫാത്തിഹയിൽ നിന്നുള്ള ഭാഗം ഇമാം റുക്കൂയിൽ പോയതിനു ശേഷം ഓതണമെന്ന് പറഞ്ഞിരുന്നു. അതാണ് നിർബന്ധമായി ഓതേണ്ടത് എന്നുള്ളത് കൊണ്ടുള്ള ഉദ്ദേശ്യം. ഇനി ശേഷം പറയാണ്, ഫൈൻ കമ്മലഹു അങ്ങനെ അവൻ അതിനെ ഓതി തീർന്നു. ഇമാമു സുജൂദിലേക്ക് കുനിയാൻ ഉദ്ദേശിക്കുന്നതിന് മുമ്പ് അവൻ അത് ഓതി തീർന്നാൽ വാഫക്കൽ ഇമാമ അവൻ ഇമാമിനോട് ചേരണം. ഫി സുജൂദി സുജൂദിൽ അവൻ ഇമാമിനോടൊപ്പം ചേരണം. വലാ യറക്കാവു അവൻ റുക്കൂ ചെയ്യേണ്ടതില്ല. ഫഇല്ലം യുക്കമ്മിൽ ഇനി പൂർത്തിയാക്കിയിട്ടില്ലെങ്കിൽ മാ ലസിമഹു ഓതൽ നിർബന്ധമായ ആ ഭാഗം അവൻ ഓതി പൂർത്തിയാക്കിയിട്ടില്ലെങ്കിൽ ഖബില ഹുവിയിൽ ഇമാമി ലിസ്സുജൂദി ഇമാമ് സുജൂദിന് വേണ്ടി കുനിയുന്നതിന് മുമ്പ് നിർബന്ധമായ ഭാഗം അവൻ ഓതി തീർത്തിട്ടില്ലെങ്കിൽ യുഫാരിഖുൽ ഇമാമ അവൻ ഇമാമിനോട് വിട്ടുപിരിയണം. ബി നിയ്യത്തിൽ മുഫാറക്കത്തി മുഫാറക്കത്തിൻ്റെ നിയ്യത്തോടു കൂടെ അവൻ ഇമാമിനോട് വിട്ടുപിരിയണം. ഇനി പറയാൻ പോകുന്നത് ഇമാം സലാം വീട്ടിയതിനു ശേഷം മസ്ബൂഖായ വ്യക്തി ചെയ്യേണ്ട കാര്യങ്ങളാണ്. അൽ മസ്ബൂഖു ബഅദ സലാമിൽ ഇമാമി മസ്ബൂഖ് ഇമാമിൻ്റെ സലാമിനു ശേഷം മസ്ബൂഖായ വ്യക്തി എന്തൊക്കെ ചെയ്യണമെന്ന് ശേഷം പറയാണ്. ഇദാ സല്ലമൽ ഇമാമു സലാം വീട്ടിയാൽ വജബ അലൽ മസ്ബൂഖിൻ്റെ മേൽ നിർബന്ധമാണ് അൻ യഖൂമ ഫൗറൻ ഉടനെ എണീക്കൽ നിർബന്ധമാണ്. ലി തദാറുക്കി മാ ഫാത്തഹു നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കാൻ വേണ്ടി ഇമാം സലാം വീട്ടിയ ഉടനെ എണീക്കൽ മസ്ബൂഖിൻ്റെ മേൽ നിർബന്ധമാണ്. 2 യഹ്റുമു അലൈഹി മസ്ബൂഖിൻ്റെ മേൽ ഹറാമാകും അത്തലബുസു താമസിക്കൽ നിലനിൽക്കൽ ഇദാ ലം യകുൻ ഫി മൗളിഇ തശഹുദി അവൻ അത്തഹിയാത്തിൻ്റെ സ്ഥാനത്തല്ല എങ്കിൽ ആ ഇരുത്തത്തിൽ താമസിക്കൽ ആ ഇരുത്തം തുടരൽ അവൻ്റെ മേൽ ഹറാമാണ്. വ തബ്തുലു ബിഹി സ്വലാത്തു ഇരുത്തത്തിൽ നിലനിൽക്കൽ കൊണ്ട് നിസ്കാരം ബാത്തിലാകുന്നതാണ്. ഇൻ തഅമ്മദ അവൻ മനഃപൂർവ്വം ഇരുന്നതാണെങ്കിൽ വ അലിമ തഹരീമഹു അങ്ങനെ ഇരിക്കൽ ഹറാമാണ് എന്നത് അവൻ അറിയുകയും ചെയ്തു. അങ്ങനെ അറിയലോടുകൂടെ മനഃപൂർവ്വമാണ് അവൻ അവിടെ ഇരുന്നതെങ്കിൽ ആ ഇരുത്തം കാരണം അവൻ്റെ നിസ്കാരം ബാത്തിലാകുന്നതാണ്. ഫൈൻ കാന ഇനി അവനാണെങ്കിൽ ഫി മൗളിഇ തശഹുദിൽ അവ്വലി ഒന്നാമത്തെ അത്തഹിയാത്തിൻ്റെ സ്ഥാനത്താണെങ്കിൽ മിൻ സ്വലാത്തിഹി അവൻ്റെ നിസ്കാരത്തിൽ നിന്നും അവൻ്റെ ഒന്നാമത്തെ അത്തഹിയാത്തിൻ്റെ സ്ഥാനത്താണ് എങ്കിൽ സുന്നലഹു അവനിക്ക് സുന്നത്താണ് ഐ യഖൂമ മുക്കബ്ബിറൻ അവൻ നിൽക്കൽ അവന് സുന്നത്താണ്. മുക്കബ്ബിറൻ തക്ബീർ ചെല്ലുന്നവനായി അവന് നിൽക്കൽ അവന് സുന്നത്താണ്. വ ഇൻ ലം യകുൻ ഫി മൗളിഇ തശഹുദി ഇനി അത് അത്തഹിയാത്തിൻ്റെ സ്ഥാനത്തല്ല എന്നുണ്ടെങ്കിൽ ഖാമ ബിഗൈരി തക്ബീരിൻ തക്ബീർ ചൊല്ലാതെ അവൻ എണീക്കണം. അൽഹംദുലില്ലാഹ് 8ാം ക്ലാസ്സിലെ ഫിഖ്ഹിലെ ഒന്നാമത്തെ പാഠം പൂർണ്ണമായി നമ്മൾ അർത്ഥം വച്ചു, ചെറിയ രൂപത്തിൽ വിശദീകരിച്ചു. ഇനി ആർക്കെങ്കിലും വല്ല സംശയങ്ങളും ഉണ്ട് എങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കണം. ഈ പാഠത്തിൻ്റെ തദ്രീബാത്ത് ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നില്ല. ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഇതിൻ്റെ തദ്രീബാത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും കൊടുക്കണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുമെന്ന പ്രതീക്ഷയോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.